ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കരുമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഉപരോധ സമരം സംഘടിപ്പിച്ചു. ഒരേ സമയം ഭരണത്തിന് നേതൃത്വം നൽകുകയും അതേസമയം ജീവനക്കാർക്കെതിരെ സമരം നയിക്കുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു നിമിഷം പോലും പ്രസിഡന്റായി തുടരാൻ അർഹതയില്ലെന്നും പ്രസിഡന്റിന്റെ രാജിയും ആവശ്യപ്പെട്ട് കരുമല്ലൂർ പഞ്ചായത്ത് പ്രതിപക്ഷ മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫീസിന് മുമ്പിൽ ഉപരോധ സമരം നടത്തി. പഞ്ചായത്ത് രാജ് നിയമവും ചട്ടവും അറിയാത്ത പ്രസിഡന്റും നിയമവും ചട്ടവും അറിയാൻ പാടുണ്ടായിട്ടും അത് നടപ്പിലാക്കാൻ തയ്യാറാകാതെ ആരെയോ ഭയക്കുന്ന നട്ടില്ലാത്ത സെക്രട്ടറിയുമാണ് പഞ്ചായത്തിൽ കഴിഞ്ഞ 4 മാസമായി നടക്കുന്ന ഭരണപ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടിക്കാരുടെയും ഗുണ്ടായിസവും വിളയാട്ടവുമാണ്. ഇവിടെ സ്വൈര്യമായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് പോലും നിലനിൽപ്പില്ലാത്ത, ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് ഓടേണ്ട ഒരു അവസ്ഥയിലാണ് കരുമാലൂർ ഗ്രാമപഞ്ചായത്തിലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കുറച്ച് ദിവസങ്ങളായി കഴിയുന്നത്. ജനസമിതി യോഗത്തിൽ എക്സ് ഒഫീഷ്യായി പങ്കെടുക്കുകയും യോഗ തീരുമാനം പഞ്ചായത്ത് ജനറൽ കമ്മിറ്റി പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ഐക്യകണ്ഠേന പാസ്സാക്കുകയും പ്രസിഡന്റിന്റെ ലോഗിനിലൂടെ പ്രസിഡന്റ് അപ്രൂവ് ചെയ്ത തീരുമാനം അറിയില്ലെന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിന് തന്നെ അപമാനമാണെന്നും സമരക്കാർ ആരോപിച്ചു. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ കൂടിയിരുന്ന് തീരുമാനമെടുക്കുകയും ആ തീരുമാനം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് അട്ടിമറിക്കുകയും ചെയ്യുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധിക്കാരപരമായ സമീപനത്തിനെതിരെയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുകയും ആ തീരുമാനം അപ്രൂവൽ ചെയ്യുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അത് അപ്രൂവൽ ചെയ്യുകയും അതിനുശേഷം അത് തെറ്റായ രീതിയിലാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല, അത് ഉദ്യോഗസ്ഥർ എഴുതി ചേർത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ജാള്യത മറച്ചുവെക്കാൻ കമ്മിറ്റി തീരുമാനമെഴുതുന്ന ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും മറ്റു ജീവനക്കാരെ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ പാർട്ടിക്കാരെ കൊണ്ട് അസഭ്യം പറയിപ്പിക്കുകയും ചെയ്ത പ്രസിഡന്റ് എത്രയും വേഗം തൽസ്ഥാനം രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം അലി ആവശ്യപ്പെട്ടു. ചരിത്രത്തിൽ ആദ്യമായി ഒരു പഞ്ചായത്തിൽ ജീവനക്കാരോട് ചെന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയാണ്, ഇവിടെ ഒന്നും നടക്കണ്ട, നിങ്ങളുടെ സേവനം ഇത്രയും മതി എന്ന് പറയുന്ന ചരിത്രത്തിൽ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റായി കരുമാലൂർ പഞ്ചായത്തിൽ എന്ത് സുരക്ഷിതത്വമാണുള്ളത്? അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? ഞങ്ങൾ ഇന്നലെ നടത്തേണ്ട സമരമാണ്, ഇന്നലെ സമരം നടത്തിയില്ല. കാരണം ഇവർ നടപടി എടുക്കുമോ എന്ന് നോക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി ഒരൽപ്പം തൻ്റെ ഇടം കാണിച്ച് മര്യാദ രൂപത്തിൽ പ്രസിഡന്റിനോട് തിരുത്തേണ്ട പഞ്ചായത്ത് സെക്രട്ടറി അത് ചെയ്യുന്നില്ല. ഉപരോധ സമരത്തിൽ UDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ടി എ മുജീബ് അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് EM അബ്ദുൽ സലാം സ്വാഗതം പറഞ്ഞു. വികസന സ്ഥിരം സമിതി അധ്യക്ഷ ബീന ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP അനിൽകുമാർ, KA ജോസഫ്, KM ലയിച്ചു, നദീറ ബിരാൻ, സ്വതന്ത്ര അംഗം മുഹമ്മദ് മെഹജൂബ് എന്നിവർ പ്രസംഗിച്ചു. വാർഡുകളിലും പഞ്ചായത്തിലും എന്തെങ്കിലും നടക്കണമെന്ന് ആഗ്രഹപ്പെട്ട് ഓടി നടക്കുകയാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ. ഇത് ഇലക്ഷൻ വർഷമാണ്. നവംബർ ഡിസംബർ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ പദ്ധതികൾ പൂർത്തീകരിക്കേണ്ട സമയമാണ്. മെയ് മാസത്തോടു കൂടി പദ്ധതികളെല്ലാം പൂർത്തീകരിച്ച് ജൂൺ മാസത്തിൽ ഇവിടെ ഗ്രാമസഭ നടത്തി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പദ്ധതികൾ നടപ്പിലാക്കേണ്ട സമയമാണ്. ആ സമയത്താണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്, നിങ്ങളിവിടെ സേവനം ചെയ്തത് മതി, ഇവിടെ ഒന്നും നടക്കണ്ട എന്ന് പറയുന്നത്. അത് പറയാനുള്ള കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഇവിടെ ഉടലെടുക്കുകയാണ്. വേറെ ഏത് പാർട്ടിയാണെങ്കിലും അന്ന് ആ സമരം പ്രഖ്യാപിച്ച അന്ന് അവരുടെ ചീട്ട് കയറും. കോൺഗ്രസിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങളൊക്കെ നിലപാടുണ്ട്. ആ ആളെ പിന്നെ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. കാരണം ആരും പാർട്ടിക്ക് അതീതരല്ല. പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് വന്ന ഒരാളെ വെച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് ഇവിടെ അനുഭവിക്കുന്നത്, കരുമാലിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. പാർട്ടിക്കാരെ വെച്ചാൽ അവർ ഉത്തരവാദിത്വം തീർന്നു. പക്ഷേ ഇത് അനുഭവിക്കേണ്ടത് ജനങ്ങളാണ്. ഇന്ന് ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. ജനങ്ങൾക്ക് അത്യാവശ്യമായി കിട്ടേണ്ട സേവനങ്ങൾ കിട്ടുന്നില്ല. തന്നെയുമാണോ മറ്റൊരു കാര്യമുള്ളത്? എന്താണ്, പഞ്ചായത്തിലെ ജീവനക്കാർ ആരാ വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ ജോലിക്ക് വരുന്നത്? ന്യൂസ് ബ്യൂറോ, പറവൂർ.